എല്ലാവർക്കും നമസ്കാരം. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പുതുവത്സര പിറവിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട മലയാളികളുടെ ഉത്സവത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. ഹാപ്പി വിഷു. വിഷുവിൻ്റെ തലേന്നാണ്, ഇന്നാണ് പടക്കം പൊട്ടിക്കുന്ന ദിവസം. ഓർമ്മകൾ ഒരുപാടുണ്ടാവും പടക്കം പൊട്ടിക്കുന്നതിൻ്റെയൊക്കെ ഓർമ്മകൾ. നാളെയാണ് വിഷു. മേടം 1-ാം തീയതി രാവും പകലും ഒരുമിച്ച് ഒരേപോലെ വരുന്ന ദിവസമാണ്. രാവും പകലും പകുതി പകുതി കൃത്യമായി വരുന്ന ഒരു ദിവസം കൂടിയാണ് ഈ വിഷു. മേടം 1-നാണ് അത് വരുന്നത്. മേടസംക്രമണം സൂര്യനിലേക്ക് കടക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പൽ സമൃദ്ധിയുടെ ഒരു ഉത്സവമാണ്. കാർഷികോത്സവം കൂടി പറയാം. വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയിട്ടാണ് വിഷു. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ വാഴ കർഷകരെ സംബന്ധിച്ചിടത്തോളം അതീവ ശോചനീയമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. ഏറ്റവും കൂടുതൽ ഈ നേന്ത്ര കായക്കുലകളും അതുപോലെ തന്നെ ചെറുകിട കായകളും ഒക്കെ വരുന്നൊരു സ്ഥലമാണ് പരിയാരത്തെ VFPCK. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കർഷകരുടെ കണ്ണീര് കാണാം. ഒരു വാഴ നട്ടുപിടിപ്പിച്ച് അതിൽ കൊല വരുന്നത് വരെ എത്ര പണച്ചെലവുണ്ടെന്ന് അറിയില്ല. ഏകദേശം 500 രൂപയോളം അതിന് പണച്ചെലവ് വരും. ഇനി ആ പാട്ടത്തിനാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ രാസവളം, അതിൻ്റെ ഇടയിൽ ആനയുടെ ആക്രമണം, ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പാവപ്പെട്ട കർഷകർ ഈ പണയപ്പാടും വെച്ചും ലോൺ എടുത്തുമൊക്കെ ഈ കൃഷിയോടുള്ള സ്നേഹം കൊണ്ട് ഈ വാഴക്കൃഷി ചെയ്യുന്നത്. പക്ഷേ ഈ സമയമാകുമ്പോൾ ലേലത്തിന് വരുന്ന ഈ നേന്ത്രവാഴക്കുലകൾ അത് ലേലം വിളിച്ച് പോകാനായിട്ട് മൊത്തക്കച്ചവടക്കാരില്ല. പരിയാരം VFPCKയിൽ 5 ടൺ സംഭരിച്ചിട്ട് അതിൽ 3 ടൺ വെറുതെ കിടക്കുക. 5 രൂപ കിലോയ്ക്ക്, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. 5 രൂപ കിലോയ്ക്ക് പാളയംകുടം എന്ന് പറഞ്ഞിട്ട് പോലും മേടിക്കാൻ ആരില്ല, ലേലം വിളിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ. 40 രൂപ, 50 രൂപ, 100 രൂപ വില കിട്ടിയിരുന്ന നേന്ത്രക്കായ്ക്ക് 25 രൂപയ്ക്കാണ് ഈ സംഭവം വിളിക്കാനായിട്ട് ആളുകൾ വരുന്നത്. 10-18 രൂപയ്ക്കൊക്കെ മറുനാടൻ നേന്ത്രക്കായകൾ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന സംഭവം സുലഭമായിട്ട് നടക്കുന്നു. കർഷകരാകെ ബുദ്ധിമുട്ടിലാണ്. ഈ യുദ്ധം തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്യാസിൻ്റെ വില വർധനയോടുകൂടി ഗ്യാസ് കിട്ടാതായി കഴിഞ്ഞപ്പോൾ ചിപ്സ്, വറവ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പരിപാടി അതോടുകൂടി അവസാനിച്ചു. വാഴ കർഷകരുടെ സ്ഥിതി അതീവ ശോചനീയമായിട്ടുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ഇത് എത്ര നാൾ ഈ വാഴക്കൃഷി കൊണ്ടുപോകുന്ന കർഷകർ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സംശയമുണ്ട്. ഇതിനൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ VFPCK അതുപോലെ തന്നെ കൃഷിഭവൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ നിലകൊള്ളുന്നത്. പക്ഷേ എന്താണ് ഇവർ ഇടപെടുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഈ കർഷകർക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ നടക്കുന്ന കച്ചവടങ്ങളിൽ അവരുടെ കായകൾക്ക് കൃത്യമായ വില ലഭിക്കാതെ ഈ സാധനം മുഴുവനും നശിച്ചു പോകുന്ന സ്ഥിതി. ഇനിയിപ്പോൾ ചാലക്കുടി ചന്തയിൽ, ചൊവ്വാഴ്ച നടക്കുന്ന ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുക, അതല്ലെങ്കിൽ കർഷകർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. ഇതൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്ന സംഭവം. എന്തായിരുന്നാലും ഈ വിഷുദിനത്തിൽ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒന്നും മുഖമല്ല വാഴ കർഷകർക്കുള്ളത്. അതീവ ശോചനീയമായ സ്ഥിതിയാണ് പരിയാരം VFPCKയിൽ ചെയ്യുന്നതെങ്കിൽ. ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ ഏറ്റവും കീർത്തികേട്ട നേന്ത്രക്കായ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നത് മേലൂരായിരുന്നു. അതിനുശേഷം പരിയാരം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ നേന്ത്രവാഴ കർഷകർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ തോട്ടങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന പരിപാടിയൊക്കെ കർഷകർ അവസാനിപ്പിച്ചു തുടങ്ങി. കാരണം വേറെ ഒന്നുമല്ല, ഇത് ലേലം വിളിക്കാനും ഇതെടുക്കാനൊന്നും ആളുകൾ ഇല്ല എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. വിഷു പകപ്പാണ് ശരിക്കും പറഞ്ഞ വാഴ കർഷകർക്ക് ഉള്ളത് എന്ന് വളരെ ദയനീയമായിട്ട് പറയുകയാണ്. പരിയാരം VFPCKയിൽ ഒരുപാട് കായകൾ വരുന്നു. പക്ഷേ അതിനൊന്നും കൃത്യമായ വില കിട്ടുകയില്ല, ലേലം വിളിക്കാനോ ആരില്ല. ചെറുകിട കായകൾക്കൊന്നും വിളിക്കാൻ തലയിൽ വെച്ച് കൊടുക്കണം. പക്ഷേ എന്നാലും അത് വാങ്ങിക്കാൻ പോലും ഞാൻ പറഞ്ഞില്ല, 5 രൂപയ്ക്ക് പാളയം കൂടെ വിളിച്ചിട്ട് പോയാൽ അത് എടുക്കാനായിട്ട് ആരുമില്ല എന്നുള്ള ഒരു സ്ഥിതിയാണ് ഈ വിഷു ദിനത്തിൻ്റെ ഏറ്റവും വലിയ വിഷു പകപ്പ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സാധാരണ ഈ പരിയാരത്തെ VFPCKയിലൊക്കെ പുറം ജില്ലകളിൽ നിന്നൊക്കെ ലേലക്കാർ വരാറുണ്ടായിരുന്നു. പക്ഷേ മൊത്ത കച്ചവടക്കാർ, ലേലക്കാരൊന്നും ആരും വരുന്നില്ല. വളരെ ബുദ്ധിമുട്ടിലാണ് ഈ വിഷുക്കാലത്ത് വാഴ കർഷകരുടെ സ്ഥിതി.